ശ്രീ പി മമ്മിക്കുട്ടി. സർ, പൊതുമരാമത്ത് റോഡുകൾ പരിപാലിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റണ്ണിംഗ് കോൺട്രാക്റ്റ് സംവിധാനം എത്രത്തോളം പ്രയോജനപ്രദമാണ്? കൊളപ്പുള്ളി ഷൊർണൂർ എൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്. കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു പോയതാണ്. സത്വരമായ ഒരു നടപടി സ്വീകരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തണം. മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടു പരിപാലനവുമായി ബന്ധപ്പെട്ടു നമ്മൾ നേരിടുന്ന പല വിഷയങ്ങളുണ്ട്. അതിലൊന്ന് കാലാവസ്ഥയാണ്. ഭൂരിഭാഗം മാസവും മഴയാണ്. മഴക്കാലത്ത് നമുക്ക് റോഡ് നിർമ്മാണം പരിപാലനം അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. എന്നാൽ അത് മാത്രമല്ല കാരണം. മഴ കാലാവസ്ഥ എന്ന് കുറ്റപ്പെടുത്തി പോകുന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത്. സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാൻ സർക്കാർ മുന്നോട്ട് വരികയാണ്. നേരത്തെ ഒരു പുതിയ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ നിർമ്മാണ കാലാവധി, പരിപാലന കാലാവധി, നിർമ്മാണം കഴിഞ്ഞ് 3 വർഷം BMMBC റോഡാണെങ്കിൽ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ്, പരിപാലന കാലാവധിയാണ്. കരാറുകാർ നിർമ്മാണത്തിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക ഈ പരിപാലന കാലാവധി കഴിഞ്ഞ് 45 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചെടുക്കാൻ വേണ്ടി പാടും. ഈ റോഡുകളിൽ എന്ത് കുഴപ്പം നടന്നാലും അപ്പോൾ തന്നെ ബന്ധപ്പെട്ട കരാറുകാർ അത് പരിഹരിക്കണമെന്നുള്ളതാണ് PWD മാനുവലിൽ പറയുന്നത്. ഇതോടൊപ്പം പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ, അവിടെയാണ് നമ്മൾ ജനപ്രതിനിധികളൊക്കെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുന്നത്. ആ റോഡുകൾ പിന്നീട് പാച്ച് വർക്കും മറ്റും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്നില്ല. അതിന് പരിഹാരമായി പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ 1 കൊല്ലത്തേക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കുന്ന ഒരു പുതിയ കരാർ സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാനായി. അതാണ് റണ്ണിംഗ് കോൺട്രാക്റ്റ്. പരിപാലന കാലാവധി കഴിയുന്ന റോഡിൻ്റെ 1 വർഷമായി കരാർ ടെൻഡർ വിളിച്ച് നൽകുന്ന ആ പദ്ധതി പൊതുവെ നല്ല നിലയിൽ വിജയകരമായി മാറുന്നു. 29,573 കിലോമീറ്റർ റോഡാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഉള്ളത്. ഇതിൽ 19,500 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്റ്റിലൂടെ പരിപാലിക്കുന്നുണ്ട്. ഇതുവരെ റോഡ് പരിപാലനത്തിന് മാത്രം 1,562 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റണ്ണിംഗ് കോൺട്രാക്റ്റ് വഴി DLP കഴിഞ്ഞ റോഡുകളിലും മറ്റും റോഡുകളുടെ പരിപാലനം നല്ല നിലയിൽ പോകുന്നു. ഈ 2 അറ്റത്തും, റണ്ണിംഗ് കോൺട്രാക്ട് റോഡിൻ്റെ 2 അറ്റത്തും നീല ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആ നീല ബോർഡിൽ കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉണ്ട്, ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറുണ്ട്. ബന്ധപ്പെട്ട MLA മാർ ഈ റണ്ണിംഗ് കോൺട്രാക്ട് റോഡുകളിൽ എവിടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ അറിയിക്കണം. അത് കർക്കശ നിലപാട് സ്വീകരിച്ച് പോകാവുന്നതാണ്. പൊതുവെ ജനങ്ങളങ്ങനെ അറിയിക്കുന്നുണ്ട്. ഈ റണ്ണിംഗ് കോൺട്രാക്ട് റോഡുകൾ, ആ റോഡുകൾ അതുപോലെ തന്നെ DLP റോഡുകൾ ഒരു 10-23 കിലോമീറ്റർ വരുന്നുണ്ട്. DLP റോഡുകളിൽ പച്ച ബോർഡും റണ്ണിംഗ് കോൺട്രാക്ട് റോഡുകളിൽ നീല ബോർഡും എല്ലാ കാര്യങ്ങളും സുതാര്യമായി വെക്കുകയും ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുണ്ട്. ഈ റോഡുകളിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിലെ 80% വരുന്ന ഈ റോഡുകളിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് പരാതി അറിയിക്കാവുന്നതാണ്. കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സംവിധാനം വന്നു. കേരളത്തിൽ ഇനി ഒരു കാലത്തും ഈ പച്ച ബോർഡും നീല ബോർഡും മാറ്റാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് ജനങ്ങൾ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം. പച്ച ബോർഡ് നീല ബോർഡും ഭാവിയിൽ മാറ്റിയാൽ അത് അഴിമതിക്ക് സൗകര്യമൊരുക്കുന്ന നിലയിലേക്ക് മാറും എന്ന് ജനം തിരിച്ചറിയുന്ന ഒരു സ്ഥിതിയും വരുന്നു. സുതാര്യത ഉറപ്പുവരുത്താനും തെറ്റായ പ്രവണത ഇല്ലാതാക്കാനും ഇത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ അത് പിൻപറ്റാനുമുള്ള ശ്രമമുണ്ട്. അതുകൊണ്ട് റണ്ണിംഗ് കോൺട്രാക്റ്റ് അത് കേരളത്തിൽ വളരെ അഭിമാനകരമായൊരു നേട്ടമായി സംസ്ഥാന സർക്കാർ കാണുകയാണ്.